പ്രിയപ്പെട്ട പ്രേക്ഷകരെ, RSS 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1925 രൂപീകൃതമായ ഒരു പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരു സംഘടനയായി വളർന്നുവെന്ന് മാത്രമല്ല, സർവ്വതല സ്പർശിയായി എല്ലായിടത്തും സാന്നിധ്യമാവുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം RSSൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ്. ഉപരാഷ്ട്രപതി RSSൽ നിന്നും ഉയർന്നു വന്നയാളാണ്. നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അദ്ദേഹം RSS നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP നേതൃത്വത്തിലും കേന്ദ്ര സർക്കാരിനുമൊക്കെ RSS എന്ന സംഘടനയിൽ നിന്നും വളർന്നു വന്ന നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. RSSനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ ദിവസം നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേർന്നത് RSSന്റെ നേതൃത്വത്തിലെ മലയാളി മുഖം പ്രജ്ഞ പ്രവാഹ് ദേശീയ സംയോജൻ KJ നന്ദകുമാറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നിറഞ്ഞ സ്നേഹത്തോടു കൂടി. സർ നമസ്കാരം, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ആദ്യം നവരാത്രി ദിന ആശംസകൾ കൂടി നേരുകയാണ്. സേതുലക്ഷ്മി, നിങ്ങൾക്കും എല്ലാ ന്യൂസ് മലയാളം പ്രേക്ഷകർക്കും എൻ്റെ വിജയദശമി ആശംസകൾ. ഇന്നിപ്പോൾ വിജയദശമി ദിവസമാണ്. നമ്മുടെ കുരുന്നുകൾ, ഒരു പുതിയ തലമുറ കൂടി അറിവിൻ്റെ ആദ്യാക്ഷരത്തിലേക്ക് വാഗ്ദേവതയുടെ അനുഗ്രഹമൊക്കെ നേടി വരികയാണ്. അപ്പോൾ ആ ദിവസം കുഞ്ഞുങ്ങൾക്കൊരു നല്ലൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം, ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ പാരമ്പര്യം ജ്ഞാനത്തിൽ ഊന്നി നിന്നിട്ടുള്ളതാണ്. ജ്ഞാനത്തിൽ, അറിവിൽ ആനന്ദിക്കുന്നവരുടെ നാടെന്ന നിലയിലാണ് നമ്മുടെ നാടിന് ഭാരതമെന്ന പേര് പോലും കിട്ടിയിട്ടുള്ളത്. ഭാസിൽ രതിയുള്ളത്, വെളിച്ചത്തിൽ ജ്ഞാനത്തിൽ ആനന്ദിക്കുന്നവർ. അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്നും അറിവിന് വേണ്ടിയിട്ടുള്ള തപസ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നവരാത്രി പൂർത്തീകരിക്കുമ്പോൾ 9 ദിവസത്തെ തീവ്രമായ തപസ്സിന് ശേഷം ജ്ഞാനത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ഉയരാൻ പോവുകയാണ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും. ഈ ഒരു തത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ദേവിയെ ഒരു പ്രതീകമായി നമ്മുടെ മുന്നിൽ, ത്രിശക്തി രൂപിണിയായ ദേവിയെ പ്രതീകമായി മുന്നിൽ നിർത്തിക്കൊണ്ട് സരസ്വതിയെ നമസ്കരിച്ച് ഈ അറിവിൻ്റെ മേഖലയിലേക്ക് ഉയരാനും അറിവിലൂടെ കരുത്താർജിക്കാനും ശ്രീനാരായണ ഗുരുദേവനൊക്കെ നമ്മളെ ഉപദേശിച്ചത് അറിവ് നേടി കരുത്ത് നേടാനാണ്. അങ്ങനെ നേടിയ കരുത്തിലൂടെ സംഘടിതരാവാനാണ്. സംഘടിതരായിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അതാണ് വിജയദശമി തരുന്ന സന്ദേശം. കുഞ്ഞുങ്ങളും ഈ വസ്തുതയെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് അരിയിലെഴുതി, അക്ഷതവും അരിയും ചേർത്ത് ആ പവിത്ര സ്ഥാനത്ത് എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുക. ഓക്കെ, ശ്രീ J നന്ദകുമാർ, ഇപ്പോൾ 100 വർഷമാകുന്നു സംഘടന രൂപീകൃതമായിട്ട്. അന്നത്തെ ലക്ഷ്യത്തെക്കുറിച്ച് സ്ഥാപക നേതാക്കളായ ഹെഗ്ഡേവാറിനും ഗോൾവാക്കറിനും ഒക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് നേതൃത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യമൊക്കെ പൂർത്തിയാക്കി എന്നൊരു ചാരിതാർത്ഥ്യം അങ്ങേക്കുണ്ടോ? സംഘം അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് 1925 ഈ ദിവസം, വിജയദശമി ദിവസം സ്ഥാപിതമാകുമ്പോൾ പറഞ്ഞിട്ടുള്ള ലക്ഷ്യം, അത് രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം, അൾട്ടിമേറ്റ് ഗ്ലോറി ഓഫ് അവർ നേഷൻ, ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ പുരോഗതി, അത് ഭൗതികവും മാനസികവും ആധ്യാത്മികവുമായ പുരോഗതിയാണ് സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഇനിയും പോകേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ് സംഘത്തിനുള്ളത്. സംഘം എല്ലാം നേടിക്കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം എന്നത് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം, അതിലൂടെ സാമൂഹ്യ പരിവർത്തനം, ആ സാമൂഹ്യ പരിവർത്തനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം. അവിടെയും തീരുന്നില്ല സംഘത്തിൻ്റെ ലക്ഷ്യം. സംഘത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ പരമവൈഭവ സ്ഥിതിയിലെത്തുന്ന ഭാരതം ലോകത്തോട് ചെയ്യുവാനുള്ള അതിൻ്റെ കർത്തവ്യം, ദൗത്യം പൂർണ്ണമാക്കാനുള്ള പ്രാപ്തി നേടണം. അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ പിറവിയിൽ തന്നെ നമ്മുടെ ശിരസിൽ ഈശ്വരൻ രചിച്ചിട്ടുള്ളതെന്നാണ് സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞത്. ദ സ്പിരിച്വലൈസേഷൻ ഓഫ് ദ ഹോൾ നേഷൻ, ഹോൾ വേൾഡ്, മുഴുവൻ ലോകത്തിൻ്റെയും ആധ്യാത്മികവത്കരണം. ആ ഒരു മാർഗത്തിലൂടെ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ കൃണ്വന്തോ വിശ്വമാര്യം, വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി ചെയ്യുന്നതിനാണ് ഈ രാഷ്ട്രം പിറന്നിട്ടുള്ളത്. അതിനുള്ള പ്രാപ്തി രാഷ്ട്രത്തിനുണ്ടാക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം.
RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി വിചാരധാരയുടെ ആദ്യ അധ്യായത്തിൽ തന്നെ പറയുന്നത് വി ഹാവ് ഗോട്ട് എ മിഷൻ, എ ഗ്ലോബൽ മിഷൻ എന്നതാണ്. അപ്പോൾ പരമവിഭവ സ്ഥിതിയിലെത്തുന്ന രാഷ്ട്രത്തെ ലോകത്തോട് ചെയ്തു തീർക്കുവാനുള്ള കർത്തവ്യത്തിന് പൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള കരുത്ത് ഉണ്ടാക്കുക എന്നതും സംഘത്തിൻ്റെ ലക്ഷ്യമാകുമ്പോൾ അതിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യമാണ് സംഘത്തിന് ഉള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജെ നന്ദകുമാർ, ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രം അത് RSSന്റെ തീരുമാനമായിരുന്നു. രാജ്യത്തിന്റെ ഭരണവും RSS ആഗ്രഹിച്ചത് തന്നെയാണ്. പക്ഷേ രാജ്യത്തെ ഏറ്റവും ശാഖകളുള്ള കേരളത്തിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം RSS ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായിട്ടുണ്ടോ? നോക്കൂ, അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവുക ഏതൊരു ഭാരതീയൻ്റെയും ഏതൊരു സനാതന ധർമ്മവിശ്വാസിയുടെയും ആഗ്രഹമായിരുന്നു എന്നതുപോലെ RSSൻ്റെയും ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊരു പൊതുപ്രസ്താവനയായി ഉറക്കെ പറഞ്ഞത് ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുനാഥന്മാരാണ്, ആചാര്യന്മാരാണ്, ധർമ്മസംസദാണ്. സന്യാസിമാരുടെ പ്രസ്ഥാനമായ ധർമ്മസംസദാണ് അയോധ്യയിൽ ആ പ്രഖ്യാപനം നടത്തിയത്. സ്വാഭാവികമായും ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു സനാതന ധർമ്മവിശ്വാസിയുടെയും മനസ്സിലെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹങ്ങളിലൊന്നായ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം സ്വയം സേവകരുടെയും ആഗ്രഹമായി തീർന്നു. അതുകൊണ്ട് സംഘം അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അത് മുഴുവൻ ഭാരതവും ഒരുപോലെ അതിനുവേണ്ടി പ്രയത്നിച്ചു. രണ്ടാമത്, സംഘം എപ്പോഴും പറയാറുള്ളത് അങ്ങനെയാണ്, പതുക്ക അന്തിമ ലക്ഷ്യം അഹിഹേ സിംഹാസന ചടുത്തേ ജാന. അധികാരത്തിലെത്തലല്ല സംഘപ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സംഘം ശക്തി പ്രാപിക്കുമ്പോൾ ദേശീയതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന സർക്കാർ വരിക എന്നത് അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. അങ്ങനെ സംഭവിക്കുന്നു. കേരളത്തിലെ സംഘപ്രവർത്തനവും ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അടിസ്ഥാനപരമായി സമൂഹത്തെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ബഹുദൂരം മുന്നോട്ട് വന്നു. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ജാതീയ ചില സമവാക്യങ്ങളുണ്ട്, ചില പരിതസ്ഥിതികളുണ്ട്. ആ പരിതസ്ഥിതിയിൽ ഒരുപക്ഷെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി മാത്രമാണ്. ആ നിലയിൽ പറയുകയാണ്, അടിസ്ഥാനപരമായ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നിലനിൽക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇക്വേഷൻ കേരളത്തിലേത് അത് ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേട്ടത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അതിനും പരിവർത്തനം വന്നു തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഒരു യഥാർത്ഥ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. വരുന്ന കാലത്ത് അതും വളരെ വലിയ തോതിൽ നമ്മുടെയൊക്കെ മുന്നിൽ ആ പരിവർത്തനവും ദൃശ്യമാകും. ശ്രീ ജെ നന്ദകുമാർ, ഇപ്പം ഹിന്ദുക്കളുടെ ഒരു ഐക്യം അതാണ് എല്ലാ കാലത്തും RSS പറയാറ്. പക്ഷേ ഈ ജാതി സമവാക്യത്തെയൊക്കെ മാറ്റി നിർത്തി ഹിന്ദു ഐക്യം പൂർണ്ണമാക്കാൻ എന്താണ് RSSൻ്റെ തടസ്സം? ഇപ്പം സംഘടന അത് കാര്യമായി പരിഗണനയിലെടുക്കുന്നുണ്ടോ? അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപ്രവർത്തനം. ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തനത്തെക്കുറിച്ചാണ് വിശേഷിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ 1942 കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച കാലവും ആരംഭിച്ച രീതിയും പരിശോധിച്ചാൽ തന്നെ യഥാർത്ഥത്തിലുള്ള ഹിന്ദു ഐക്യത്തിൻ്റെ ഊന്നൽ സംഘം എത്ര കണ്ട് കൊടുത്തു തുടക്കം മുതലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ ശാഖയായി കണക്കാക്കപ്പെടുന്ന കോഴിക്കോടെ ആദ്യത്തെ രണ്ട് ശാഖകൾ, ഒന്ന് കോഴിക്കോടെ സാമൂതിരി കോവിലകവുമായി ബന്ധപ്പെട്ട മലാപ്പറമ്പിലെ ശാഖയാണ്. സ്വാഭാവികമായും അവിടെ വരുന്ന ആളുകളുടെ രീതിയോ അവരുടെ പശ്ചാത്തലമോ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേ സമയത്ത് വലിയ കാലതാമസമില്ലാതെ സംഘം ശാഖ തുടങ്ങിയത് കടപ്പുറത്താണ്, കോഴിക്കോട് കടൽപ്പുറത്താണ്. ആരായിരിക്കും അവിടെ ശാഖയിൽ വരിക? അങ്ങനെ സംഘം ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആ സാമൂഹ്യ ഐക്യത്തിൻ്റെ ജാതിക്കതീതമായി ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിക്കുക എന്ന ആ പ്രവർത്തനം അത് തന്നെയാണ് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ. അതിനോടൊപ്പം തന്നെ ഹിന്ദു എന്ന് സംഘം പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ അർത്ഥതലത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കുന്നു. അത് ജാതിക്കും ആരാധനാരീതിക്കും അതീതമാണ് എന്നതിൻ്റെയും ഒട്ടനവധി ഉദാഹരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ജാതിക്കതീതമായി ഹിന്ദു സമൂഹത്തെ, ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയത എന്ന നിലയിലും സംസ്കാരം എന്ന നിലയിലും ഹിന്ദുത്വത്തെ ചങ്കിലേറ്റുന്ന, ഹൃദയത്തിലേറ്റുന്ന ആളുകളെയും സംഘം ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ശ്രീ നന്ദകുമാർ, ഇപ്പോൾ ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനത്തെ ആദ്യം സ്വാഗതം ചെയ്ത RSS പിന്നീട് നിലപാട് മാറ്റി. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പം ഈ ശബരിമല വിഷയമൊക്കെ വീണ്ടും ചർച്ചയാകുന്നത് കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ RSSന് സ്ത്രീ പ്രവേശനത്തിൽ എന്താണ് നിലപാട്?
വളരെ കൃത്യമായ നിലപാട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പത്രമാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളച്ചൊടിച്ചുകൊണ്ട് സംഘം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു തരത്തിലുള്ള പ്രചരണം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ആ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത്. നോക്കൂ, ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ ദേവത പേരുകൊണ്ട് ഒന്നാണെങ്കിൽ പോലും ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തത നിലനിർത്തുന്നുണ്ട്. ശിവക്ഷേത്രങ്ങൾ പോലും ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിലെ പോലെയല്ല രണ്ടാമത്തെ ശിവക്ഷേത്രത്തിലെ ആചാരങ്ങൾ. നമ്മുടെ ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ തരത്തിലുള്ളൊരു വെറൈറ്റി, ഈ തരത്തിലുള്ളൊരു വ്യത്യസ്തതയെ അനുവദിക്കുന്നു എന്നതാണ്. അതനുസരിച്ച് അയ്യപ്പ ക്ഷേത്രം, ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ആചാര രീതി എന്തായിരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അതനുസരിച്ചുള്ള ആചാരം തന്നെ നിലനിൽക്കണം എന്നതാണ് സംഘത്തിൻ്റെ നിലപാട്. ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇത് ഒരു നമ്മളൊക്കെ കണക്കാക്കുന്നത് പോലെ ചന്ത പോലെ, മാർക്കറ്റ് പോലെ, തെരുവ് പോലെ ഉള്ള ഒരു ഇടമല്ല ഒരു ആരാധനാലയം, പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ ആരാധനാലയം. ആ ആരാധനാലയത്തിലെ നിയമപദ്ധതികൾ തയ്യാറാക്കുന്നത് ആ ദേവത തന്നെയാണ് എന്നാണ് ഒരു വിശ്വാസിയുടെ ഉറച്ച ബോധ്യം. ശബരിമലയിലെ അയ്യപ്പക്ഷേത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ 3-4 അയ്യപ്പക്ഷേത്രങ്ങൾ കൂടിയുണ്ടല്ലേ, ശാസ്താക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും പ്രായപരിധിക്ക് അതീതമായി ഏത് സ്ത്രീക്കും പോകാവുന്നതേ ഉള്ളൂ. കൊടും കാടിനുള്ളിൽ ഏകാന്ത തപസ്സനുഷ്ഠിക്കുന്ന ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭാവമാണ് അയ്യപ്പന് ശബരിമലയിൽ. ഭൂതനാഥ ഉപാഖ്യാനത്തിലും അയ്യപ്പ ഗീതയിലുമൊക്കെ സാക്ഷാൽ അയ്യപ്പൻ തന്നെ വ്യവസ്ഥ ചെയ്തതായിട്ടാണ് ഞങ്ങൾ ഈശ്വര വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ കണക്കാക്കുന്നത്. അവിടുത്തെ ആചാരം എങ്ങനെ വേണമെന്ന് അത് അതേപോലെ തന്നെ തുടരണമെന്ന വസ്തുതയെ കൃത്യമായി ബോധ്യപ്പെടാൻ ഒരുപക്ഷേ ഭാരതത്തിൽ എല്ലായിടത്തും ഒരുപോലെ കഴിയുമെന്ന് വരില്ല. അതുകൊണ്ടൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംഘത്തിൻ്റെ നേതൃത്വം ഇതിനെക്കുറിച്ച്, ക്ഷേത്രപ്രവേശന സംബന്ധമായ കാര്യത്തെക്കുറിച്ച് ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആചാരത്തെ നിശ്ചയിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല, അമ്പലം കൊത്തിക്കളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല ഒരു ക്ഷേത്രത്തിലെ ആചാര പദ്ധതി നിശ്ചയിക്കേണ്ടത്. അതിന് വ്യവസ്ഥയുണ്ട്. ക്ഷേത്രതന്ത്രിയും ക്ഷേത്രവിശ്വാസികളും അവരിരുന്നിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. സംഘത്തിൻ്റെ നേതൃത്വം അക്കാലത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ആചാര പരിഷ്കരണം ആവശ്യമുണ്ടെങ്കിൽ അത് അവർ കൂടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു. അപ്പോൾ പത്രക്കാർ ആ പറഞ്ഞ ആളോട് ചോദിച്ചു, ഇതിന് മാറ്റം വരണമെന്നാണോ ആവശ്യം? മാറ്റം വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെ വളച്ചൊടിച്ചാണ് ഇത്രയേറെ കൊള്ളക്കങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യം മുതലേ തന്നെ സംഘത്തിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ആ കൃത്യമായ നിലപാടാണ് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത അയ്യപ്പ സംഗമത്തിലും അല്ലെങ്കിൽ ഭക്ത സംഗമത്തിലും സംഘം പ്രഖ്യാപിച്ചത്. ഓക്കെ, ശ്രീ നന്ദകുമാർ, അങ്ങേ എല്ലാ ദിവസവും കിട്ടാത്തത് കൊണ്ടും പെട്ടെന്ന് അങ്ങയുടെ ഒരു സമയം കിട്ടാത്തത് കൊണ്ടും മാത്രം ഞാൻ വേറെ ചോദ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ എല്ലാ ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്കും പൂജ ചെയ്യാം, കഴകക്കാരാകാം എന്നൊരു നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത്തരമൊരു പുരോഗമന കാഴ്ചപ്പാടിന് ഹിന്ദു ഐക്യം നമ്മൾ പറയുമ്പോഴും RSSന്റെ ഒരു പിന്തുണ കിട്ടുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? നമ്മൾ കുറച്ചുകൂടി ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു സേതുലക്ഷ്മി, കുറച്ചുകൂടി ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ഹിന്ദു സമൂഹത്തിലെ എല്ലാവർക്കും പൂജാധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനം RSS ആണ്. RSSൻ്റെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന പ്രചാരകൻ, പ്രത്യേകിച്ചും ഈ ക്ഷേത്ര കാര്യങ്ങളിൽ വിദഗ്ധനും ആ കാര്യത്തിനു വേണ്ടി സംഘം നിയോഗിക്കുകയും ചെയ്ത പൂജനീയ മാധവ്ജി എന്നൊരു പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട്, അതും ഇന്നലെയോ മിനിഞ്ഞാന്നോ കേരളത്തിലെ ഗവൺമെൻറ്റിന് ബോധോദയം ഉണ്ടായപ്പോൾ ഉണ്ടായ പരിവർത്തനമല്ല, ഇന്നേക്ക് 41 വർഷങ്ങൾക്ക് മുമ്പ് 1985 വടക്കൻ പറവൂരിലെ പാലിയത്ത് വെച്ചൊരു വിളംബരം നടത്തി. മാധവ്ജി എന്ന സംഘത്തിൻ്റെ പ്രചാരകൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ഹൈന്ദവ സമുദായ അംഗങ്ങളുടെയും ആചാര്യന്മാർ, അതിൽ ഇവിടുത്തെ സൂര്യകാലടി നമ്പൂതിരിപ്പാടും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൈമുക്ക് വൈദികനും ഉണ്ടായിരുന്നു, അതേ വേഴപ്പറമ്പ് നമ്പൂതിരിയും ഉണ്ടായിരുന്നു, അതേപോലെ ശ്രീധരൻ തന്ത്രിയും ഉണ്ടായിരുന്നു. ശ്രീധരൻ തന്ത്രിയൊക്കെ ഏത് സമുദായത്തിലെ ആചാര്യനാണെന്ന് നമുക്കറിയാം. അവരെല്ലാം ഒരുമിച്ച് കൂടി പാലിയത്ത് വെച്ച് 1985 പിന്നീട് 86 അതിനെ ഒന്നുകൂടി സ്ഥാപിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ, ഹിന്ദു ആരാധനാ രീതി വിശ്വസിക്കുന്ന ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കും പൂജാധികാരമുണ്ട്. അവർ ആ നിലയിൽ കൃത്യമായി കർക്കശമായ നിയമപരമായ
അല്ലെങ്കിൽ വിധിപ്രകാരമുള്ള പൂജ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കും പൂജ ചെയ്യാം എന്ന് ആദ്യം പറഞ്ഞത് കേരളത്തിൽ. ഇത് സംഘത്തിൻ്റെ നിലപാടാണ്, അത് പൊതുവായി പ്രഖ്യാപിച്ചത് ഇന്നേക്ക് 4 പതിറ്റാണ്ടിന് മുമ്പാണ്. അന്ന് നിങ്ങൾക്കറിയുമോ, ആ തീരുമാനപ്രകാരം ഇതേ ശ്രീധരൻ തന്ത്രിയുടെ പുത്രനായ രാകേഷ് തന്ത്രിയെ ആലുവയ്ക്കടുത്ത്, ഞാനിപ്പോൾ ഇരിക്കുന്ന ആലുവയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തൊരു ക്ഷേത്രത്തിൽ ആ തീരുമാനത്തിനനുസരിച്ച് നിയമിച്ചു. ആ നിയമത്തിനെതിരായി അന്ന് ആ പ്രദേശത്തെ യാഥാസ്ഥിതികരോടൊപ്പം ചേർന്ന് സംഘപ്രവർത്തകർ രാകേഷ് തന്ത്രിയുമായി അവിടെ ഇങ്ങനത്തെ 2-3 സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരാൾക്ക് അവസാനം അയാൾ ഗതികെട്ട് ജോലി രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. എനിക്കിനി ഈ ജോലി വേണ്ട, മാനസികമായി ഞാൻ പൊരുത്തപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊരു യുവാവിന് കിട്ടിയ ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. ആ രീതിയിലുള്ള പ്രവണതകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടി ഞാൻ ചോദിച്ചതാണ്. അവിടെയും സംഘത്തിൻ്റെ കൃത്യമായ നിലപാട് അവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങളെ ഒന്നും വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾ തയ്യാറാവാത്തതുകൊണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ ഉള്ളിലെ ഒരു ഉദ്ദേശമുണ്ടല്ലോ, ഞാൻ ദുരുദ്ദേശം എന്ന് പറയുന്നില്ല, ഉദ്ദേശമുണ്ടല്ലോ, ആ ഉദ്ദേശ പൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകളെ വേണ്ടൂ. അതുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിലെ സംഘത്തിൻ്റെ പ്രവർത്തകർ, അത് പൂജാധികാരത്തിൻ്റെ പ്രശ്നമായിരുന്നോ? അല്ലല്ലോ, അതിരിക്കട്ടെ, ഞാൻ ആ ഫാക്ച്വൽ എറർസിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഉദ്ദേശം എന്താണോ അതിൻ്റെ പൂർത്തിക്ക് ആവശ്യമായ പിക്ക് ആൻഡ് ചൂസ് എന്ന നിലയിലാണ് വാർത്തകളെ കാണുന്നത്. അതുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുടയിലെ സംഘവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ആ കാര്യത്തിലെടുത്ത കൃത്യമായ തീരുമാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാത്തതും ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉളവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. ഒരു കാര്യം നിലപാട് വ്യക്തമാണ്. ഈ കേരളത്തിൽ LDF എപ്പോഴും ഒരു RSS ബന്ധമുണ്ടെന്ന് UDF പറയുന്നു. LDFന് RSSോട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. UDF നേതാക്കൾ തിരിച്ചു പറയുന്നു UDFനാണ് RSS ബന്ധമെന്ന് LDF പറയുന്നു. അങ്ങനെ 2 മുന്നണികളും RSSനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുന്നുണ്ട്. സത്യത്തിൽ RSSന് കേരള രാഷ്ട്രീയത്തിൽ ഈ ഏതെങ്കിലും മുന്നണികളെ സഹായിച്ചിട്ടുണ്ടോ? സംഘം ഒരു കാലത്തും ഒരു മുന്നണിയോടൊപ്പവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും, ഞാനത് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോട് പറയുകയാണ്, സംഘം രാഷ്ട്രീയത്തിന്, ഇന്നത്തെ ഈ അധികാര രാഷ്ട്രീയത്തിന് അതീതമായ പ്രസ്ഥാനമാണ്. എല്ലാ കാലത്തും ആ നിലപാട് സംഘം പുലർത്തിയിട്ടുണ്ട്. സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശുദ്ധമായ ഒരു രാഷ്ട്ര ആദർശമുണ്ട്, രാഷ്ട്രത്തെ സംബന്ധിച്ച ഒരു കൽപ്പനയുണ്ട്. ആ സങ്കല്പത്തിന്, ആ ആശയത്തിന് അനുസൃതമായ വിധത്തിൽ ആര് പെരുമാറിയാലും അവർക്ക് സംഘ സ്വയംസേവകന്മാരുടെ പിന്തുണ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല, പ്രൊവൈഡഡ് ആ ആശയത്തെ അംഗീകരിക്കണം. ഈ രാഷ്ട്രം ചിരപുരാതനമാണ്, നിത്യനൂതനവുമാണ്. ഇറ്റ്സ് ഏൻഷ്യൻ്റ് ആസ് വെൽ ആസ് മോസ്റ്റ് മോഡേൺ എന്ന ആ വിശുദ്ധ കൽപ്പനയെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ, അവർക്ക് പിന്തുണ കിട്ടും. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സംഘം പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല. സംഘം ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ നിത്യശാഖ നടത്തലാണ്. അതിലൂടെ വളർന്നു വരുന്ന പ്രവർത്തകർ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ സർവ്വതല സ്പർശിയായി, നിങ്ങളുടെ ഇൻട്രോയിലും പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായി സംഘം വളർന്നു നിൽക്കുന്നു ഓരോ മേഖലയിലും. ഇന്നലെ RSSന്റെ രൂപീകരണത്തിന്റെ 100ാം വാർഷികം അനുസ്മരിപ്പിക്കുന്ന തപാൽ സ്റ്റാമ്പും 100 രൂപ നാണയവും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന CPIMന്റെ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണാം. അത് ഭരണഘടനയോടുള്ള ഗുരുതരമായ അവഹേളനം എന്നാണ് പറഞ്ഞത്. ഇതിലെന്താണ് RSSന്റെ നിലപാട്? ഈ CPMൻ്റെ ഒക്കെ അഭിപ്രായങ്ങളെക്കുറിച്ച്, ഒരു ദേശീയ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പാർട്ടിക്കുള്ളത്? ഞാനതിന് മറുപടി അർഹിക്കാത്ത ആ തരത്തിലുള്ള പ്രലപനം, ആ തരത്തിലുള്ള രോദനത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി 100 കണക്കിന് പ്രവർത്തകരെ സമർപ്പണം ചെയ്തൊരു മഹത്തായ പ്രസ്ഥാനം അത് 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്നത് കൊണ്ട് എന്താണ് ഇവർക്കൊക്കെ വിഷമമുള്ളത്? എന്താണ് പ്രശ്നം? എന്താണ് ഈ കാര്യത്തിൽ? സംഘം ഈ രാഷ്ട്രത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അത് സ്വാതന്ത്ര്യ സമരത്തിലെ സംഘത്തിൻ്റെ പങ്കാളിത്തമായാലും രാഷ്ട്രം നേരിട്ട ദുരന്തങ്ങളുടെ സന്ദർഭങ്ങളിലെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലെ പങ്കാളിത്തമായാലും യുദ്ധം നടന്ന സമയത്ത് പട്ടാളത്തിൻ്റെ 2ാം നിരയായി നിന്ന് പ്രവർത്തിച്ച കാര്യത്തിലായാലും ഇതിനെയൊക്കെ പുരസ്കരിച്ചുകൊണ്ടല്ലേ, ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടല്ലേ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘ സ്വയംസേവകന്മാരെ മാർച്ച് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചത്. നെഹ്റു ചെയ്ത, അവസാന കാലത്ത് ചെയ്ത ആ നല്ല കാര്യത്തെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അതിനെ കൂടി സ്മരിക്കുകയാണ്
ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. സത്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നിലപാട് വ്യക്തമാണ്. ശ്രീ നന്ദകുമാർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്. ഇപ്പം RSSനെ വിമർശകർ കൂടുതൽ സമയം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യം ഗാന്ധി വധത്തിനെ അതിനെ ന്യായീകരിക്കുന്നു എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ നിരന്തരമായും പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പോലുള്ളവർ ഈ ഒരു നിലപാട് തുടരുമ്പോൾ RSS എന്തുകൊണ്ടാണ് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് എപ്പോഴും? RSSന് ഈ നാട്ടിൽ ഇവരുടെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ ഉപരിയായി വളർന്നുയർന്ന് സമൂഹത്തിൻ്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് സംഘം. വളർന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഭരണകൂടത്തിൻ്റെയും പിന്തുണ കൊണ്ടല്ല. സംഘം വളർന്നത് ഈ സമൂഹത്തിൻ്റെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് തളരാതെ പിളരാതെ ഇന്നും ഈ 100 വർഷത്തിലും സംഘം നിറഞ്ഞ ശോഭയോടുകൂടി നിൽക്കുന്നത്. ഗാന്ധിവധത്തിൽ സംഘത്തിന് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച കപൂർ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് വായിക്കുക. ജസ്റ്റിസ് കപൂറിൻ്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനോ സംഘത്തിൻ്റെ ഒരു ആശയത്തിനോ ഈ വധവുമായി യാതൊരു വിധമായ ബന്ധവുമില്ല എന്ന്. സാക്ഷാൽ സർദാർ പട്ടേൽ, സത്യത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ ഗാന്ധി വധം നടന്ന് 15 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതുന്നുണ്ട്, RSSന് ഈ വധത്തിൽ യാതൊരു പങ്കും ഇല്ല എന്ന്. ഇതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സംഘത്തിൻ്റെ നിരോധനത്തെ നിരുപാധികം പിൻവലിച്ചത്. ഈ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ പോരെ. ഈ ചരിത്രത്തെ ഒന്നും കൃത്യമായി മനസ്സിലാക്കാതെ ഒന്നോ രണ്ടോ പേര് അവരവരുടെ അഭിപ്രായം, ആരെയും വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ. അതുകൊണ്ട് അവർ സംഘത്തെ വിമർശിച്ചു കൊള്ളട്ടെ. ആ ഒരു സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിക്കാനും കൊടുത്തുകൂടി അവർക്ക്. RSSൻ്റെ ആശയത്തോട് പ്രവർത്തനത്തോട് താല്പര്യമുണ്ടെങ്കിൽ അവരാരെയൊക്കെ വിമർശിക്കുന്നുവെന്ന് നോക്കിയിട്ടല്ല സംഘം അവരെ സ്വീകരിക്കുന്നത്. അവർക്ക് രാഷ്ട്രത്തോട് സമർപ്പണമുണ്ടോ, രാഷ്ട്രത്തോട് സ്നേഹമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, ശ്രീ ജെ നന്ദകുമാർ, ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഈ ദിവസം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു.